Hi everyone. Illumination continuation ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പിനകത്ത് ഫ്ലോറസെൻറ്റ് ലാമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇപ്പോൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറസെൻറ്റ് ലാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇറ്റ്സ് ബേസിക്കലി എ ഗ്ലാസ് ട്യൂബ് ക്യാപ്ഡ് ബൈ ടു ബേസസ്. അപ്പോൾ ഫ്ലോറസെൻറ്റ് ലാമ്പിനകത്ത് മെയിനായിട്ട് ഉള്ളത് ഒരു ഗ്ലാസ് ട്യൂബാണ് വിച്ച് ഇസ് ക്യാപ്ഡ് ബൈ ടു ബേസസ്. അതിൻ്റെ രണ്ട് ബേസസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് എൻഡും ക്യാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഫിഗറിൽ കാണാം, രണ്ട് ബേസായിട്ട് രണ്ട് സൈഡിൽ കാണാം. ആൻഡ് ദ ബേസസ് ആർ ഫിറ്റഡ് വിത്ത് പിൻസ് ടു ക്യാരി കറണ്ട് ടു ഇൻറ്റേർണൽ കമ്പോണൻസ് കോൾഡ് കാഥോഡ്സ്. നമുക്കറിയാം, നമ്മൾ കാണുന്ന ഫ്ലോറസെൻറ്റ് ലാമ്പിൻ്റെ അല്ലെങ്കിൽ ഫ്ലോറസെൻറ്റ് ട്യൂബിൻ്റെ അറ്റത്തായിട്ട് എന്തുണ്ടാവും, ആ ക്യാപ്പിനോട് കൂടിയിട്ട് പിൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് കറണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മുടെ സപ്ലൈയിൽ നിന്നും ട്യൂബിൻ്റെ ഇൻറ്റേർണൽ കമ്പണൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ കാഥോഡിലേക്ക് കറണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പിൻസ് പ്രൊവൈഡ് ചെയ്തതായിട്ട് കാണാം. ആൻഡ് ട്യൂബ് കണ്ടെയ്ൻസ് മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ് ഓഫ് മെർക്കുറി ആൻഡ് ആൻ ഇനേർട്ട് ഗ്യാസ്. ട്യൂബിൻ്റെ അകത്ത് എന്തുണ്ടാവും, മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ് ഓഫ് മെർക്കുറിയുടെ ചെറിയ ഡ്രോപ്ലെറ്റ്സ്, അതുപോലെ ഇനേർട്ട് ഗ്യാസും ഫില്ല് ചെയ്തതായിട്ട് കാണാം. ദ ഇന്നർ സർഫസ് ഓഫ് ദ ട്യൂബ് ഈസ് കോട്ടഡ് വിത്ത് ഫ്ലൂറസെൻറ്റ് പൗഡർ ഓർ ഫോസ്ഫർ. അപ്പോൾ നമുക്ക് ഈ ട്യൂബ് സാധാരണ വൈറ്റ് കളറിലായിട്ടാണ് നമുക്ക് കാണാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വൈറ്റ് കളർ വരുന്നത്? അതിൻ്റെ അകത്ത്, അതിൻ്റെ ട്യൂബിൻ്റെ ഇന്നർ സർഫസിൽ ഫ്ലൂറസെൻറ്റ് പൗഡർ അല്ലെങ്കിൽ ഫോസ്ഫറാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഫ്ലൂറസെൻറ്റ് പൗഡർ അല്ലെങ്കിൽ ഫോസ്ഫർ ഉപയോഗിച്ച് കോട്ട് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. And the phosphor emits lights when exposed to ultraviolet rays. അപ്പോൾ എങ്ങനെയാണ് ഫ്ലൂറസെൻറ്റ് ലാമ്പിൻ്റെ വർക്കിംഗ് ശരിക്കും നടക്കുന്നത്? അൾട്രാവയലറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുള്ള മെർക്കുറി ആൻഡ് ഇനേർട്ട് ഗ്യാസ് അൾട്രാവയലറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യും, അൾട്രാവയലറ്റ് റേസ് എമിറ്റ് ചെയ്യും. ഈ അൾട്രാവയലറ്റ് റേസ് പോയിട്ട് ഈ ഫോസ്ഫറിൻ്റെ മേലെ ഹിറ്റായി കഴിഞ്ഞാൽ ഫോസ്ഫറിന് ഇന്ന് എന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ദ കാഥോഡ്സ് ഓർ ഇലക്ട്രോഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോയിൽഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്സ്. മെയിനായിട്ടും ഒരു ഗ്ലാസ് ട്യൂബാണ്. അതിൻ്റെ രണ്ട് എൻഡിലായിട്ട് ബേസസ് വെച്ചിട്ടുണ്ട്. ഈ ബേസിലേക്ക് പിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ബേസിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അതിനെ കാഥോഡ് എന്നാണ് പറയുക, ഇലക്ട്രോഡ്സിനെ. അത് മെയ്ഡ് അപ്പ് ഓഫ് കോയിൽഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്സ് ആണ് ഈ കാഥോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കോയിൽഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആൻഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് ബേരിയം ആൻഡ് സ്ട്രോങ്ഷ്യം ഓക്സൈഡ്സ്. ആൻഡ് ഇറ്റ്സ് കോട്ടഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് ബേരിയം ആൻഡ് സ്ട്രോങ്ഷ്യം ഓക്സൈഡ്സ്. ബേരിയത്തിൻ്റെയും സ്ട്രോങ്ഷ്യത്തിൻ്റെയും ഓക്സൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും ഓക്സൈഡിൻ്റെ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് ഈ കോയിൽഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്സ് ഇലക്ട്രോഡിനെ കോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് ഇനേർട്ടായിട്ടുള്ള ആർഗൺ ഗ്യാസും അതുപോലെ മെർക്കുറിയും ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് നോക്കാം. അപ്പോൾ ഫിഗറിൽ സർക്യൂട്ട് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഒരു ട്യൂബ്, ആ ട്യൂബിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ട്യൂബിൻ്റെ വർക്കിങ്ങിന് വേണ്ടി വേറെ എന്തൊക്കെയാണ് ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്? ട്യൂബിന് പാരലായിട്ടൊരു സ്റ്റാർട്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പവർ ഫാക്ടർ കപ്പാസിറ്ററും അതിന് സീരീസ് ആയിട്ടൊരു ബല്ലാസ്റ്റും കണക്ട് ചെയ്തതായിട്ട് കാണാം. ബല്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് ഫസ്റ്റ് വരുന്നത് ബല്ലാസ്റ്റ് അല്ലെങ്കിൽ ചോക്ക്. A coil of many turns wound on a laminated iron core. ഒരു ലാമിനേറ്റഡ് അയൺ കോറിൻ്റെ ചുറ്റിലും ഒന്നിൽ കൂടുതൽ ഒരുപാട് ടേൺസ് ഉപയോഗിച്ച് വൈൻഡ് ചെയ്ത ഒരു കോയിലാണ് ഇത് ബല്ലാസ്റ്റ് അല്ലെങ്കിൽ ചോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റെപ്സ് അപ്പ് ദി സപ്ലൈ വോൾട്ടേജ് ടു സ്റ്റാർട്ട് ദ ഫ്ലൂറസെൻറ്റ് ട്യൂബ് കണ്ടക്ടിങ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട വോൾട്ടേജ്, ആ വോൾട്ടേജിനെ എന്ത് ചെയ്യണം, ആ വോൾട്ടേജ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഈ ഹൈ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മുടെ സപ്ലൈ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബല്ലാസ്റ്റ് അല്ലെങ്കിൽ ചോക്ക് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്സ് അപ്പ് ദി സപ്ലൈ വോൾട്ടേജ് ടു സ്റ്റാർട്ട് ദ ഫ്ലൂറസെൻറ്റ് ട്യൂബ് കണ്ടക്ടിങ്. ഫ്ലൂറസെൻറ്റ് ട്യൂബിൻ്റെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട വോൾട്ടേജിലേക്ക് നമുക്ക് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. Once the tube is conducting, it regulates the flow of heavy current to the tube cathodes to keep them from burning out. അപ്പോൾ ഒരിക്കൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി എന്ത് ചെയ്യും, അത് ഒന്ന് മാറ്റിയെടുക്കും. വൺസ് ദ ട്യൂബ് ഈസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് ഹെവി കറണ്ട് ടു ദ ട്യൂബ് കാഥോഡ്സ്. ട്യൂബിൻ്റെ കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഹെവി കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ബല്ലാസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചോക്ക് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സോഡിയം വേപ്പർ ലാമ്പ് പറഞ്ഞ സമയത്ത് ലീക്കേജ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലീക്കേജ് ട്രാൻസ്ഫോമറിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ ബല്ലാസ്റ്റിനും വരുന്നത്. ലീക്കേജ് ട്രാൻസ്ഫോമർ ഫസ്റ്റ് വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഹൈ വോൾട്ടേജ്. പിന്നെ വൺസ് അത് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്ത്
കഴിഞ്ഞപ്പോൾ then അതിന് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. സെയിം പർപ്പസ് തന്നെയാണ് ഇവിടെ ബല്ലാസ്റ്റ് അല്ലെങ്കിൽ ചോക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബല്ലാസ്റ്റ് നമ്മൾ ട്യൂബിനകത്ത് കാണുന്ന ആ ഒരു ബോക്സ് പോലത്തത്, അതാണ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മേലെ വയറിംഗ് ഡയഗ്രാം ലാബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും എങ്ങനെയാണ് നമ്മൾ വയർ ചെയ്യേണ്ടത് എന്നൊക്കെ. നെക്സ്റ്റ് വൺ വരുന്നത് സ്റ്റാർട്ടറാണ്. ഫിഗറിനകത്ത് സ്റ്റാർട്ടർ കാണാം. മേലെ സ്റ്റാർട്ടർ ഉപയോഗിച്ചുകൊണ്ട് 2 ഇലക്ട്രോഡുകൾ ബൈമെറ്റാലിക് സ്ട്രിപ്പുള്ള സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ ഇൻ ദ ഫ്ലൂറസെൻറ്റ് ട്യൂബ് സർക്യൂട്ട് പെർഫോംസ് 2 ഫങ്ഷൻസ്. മെയിൻലി 2 ഫങ്ഷൻസ് ആണുള്ളത്. ഇറ്റ് കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട് അറ്റ് ഫസ്റ്റ് ഫോർ പ്രീ ഹീറ്റിംഗ് ദ ഇലക്ട്രോഡ്. അറ്റ് ഫസ്റ്റിൽ എന്ത് ചെയ്യും, ഇലക്ട്രോഡുകളിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഇലക്ട്രോഡുകളെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. ഈ ഇലക്ട്രോഡുകൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യലാണ് ഫസ്റ്റ് ഈ സ്റ്റാർട്ടറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അത് കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോഡ്സിനിടയ്ക്ക് കണ്ടക്ഷൻ തുടങ്ങിയാൽ ഇറ്റ് ഓപ്പൺസ് ദ സർക്യൂട്ട് ടു പ്രൊവൈഡ്സ് ദ വോൾട്ടേജ് കിക്ക് ഫോർ ഇഗ്നീഷൻ. ദെൻ ഇഗ്നീഷന് വേണ്ട വോൾട്ടേജ് കിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏത് ഉപയോഗിക്കും, സ്റ്റാർട്ടർ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് there are two types of starters. സാധാരണഗതിയിൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് 2 ടൈപ്പ് സ്റ്റാർട്ടറാണ്. ഒന്ന് ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറും പിന്നെ ഒന്ന് തെർമൽ ടൈപ്പ് സ്റ്റാർട്ടറും. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടേഴ്സ്. അതാണ് ഏറ്റവും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൈപ്പ്. ഏതാണ്, ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്യാസ് ഫിൽഡ് ഗ്ലാസ് ട്യൂബ്. അല്ലെ മെയിനായിട്ടുള്ളത് ഗ്യാസ് ഫില്ല് ചെയ്ത ഒരു ഗ്ലാസ് ട്യൂബാണ് വിച്ച് കണ്ടെയ്നിങ് ദ 2 ഇലക്ട്രോഡ്സ്. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ 2 ഇലക്ട്രോഡ് ഉണ്ടാവും. ഈ 2 ഇലക്ട്രോഡിൽ ഒരു ഇലക്ട്രോഡ് എന്തായിരിക്കും, ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആയിരിക്കും. വെൻ ദ വോൾട്ടേജ് ഈസ് സപ്ലൈഡ് ടു ദ സ്റ്റാർട്ടർ. ഇനി നമ്മൾ സ്റ്റാർട്ടറിലേക്ക് ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്തു. അതായത് നമ്മൾ ആ ട്യൂബിന് അക്രോസ് നമ്മളൊരു വോൾട്ടേജ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് ട്യൂബിലേക്ക് നമ്മളൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ സപ്ലൈ ഏതിന് അക്രോസാണ് വരുന്നത്, സ്റ്റാർട്ടറിന് അക്രോസ് വരും. സ്റ്റാർട്ടറിന് അക്രോസ് വന്നു കഴിഞ്ഞാൽ എ ഗ്ലോ ഡിസ്ചാർജ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ 2 കോണ്ടാക്ട്സ്. ഇപ്പോൾ 2 കോണ്ടാക്ട്സ് ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് അല്ല, ശരിക്കും ഈ സ്റ്റാർട്ടറിൻ്റെ അകത്ത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, അവിടെ 2 കോണ്ടാക്ട്സ് ശരിക്കും ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും, ഗ്ലോ ഡിസ്ചാർജ് വരും ഈ കോണ്ടാക്ട്സിനിടയ്ക്ക്. ഈ voltage, when the voltage is applied to the starter, a glow discharge occurs between the 2 contacts. The heat thus produced അല്ലെങ്കിൽ developed caused the bimetallic strip to deflect and close the circuit. അപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കാരണം ബൈമെറ്റാലിക് സ്ട്രിപ്സിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഹീറ്റ് ചെയ്യുമ്പം അത് ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഡിഫ്ലക്റ്റ് ചെയ്യും. ആ ഹീറ്റ് വരുന്ന സമയത്തേക്ക് ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഡിഫ്ലക്റ്റ് ചെയ്ത് ആ കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യും. 2 ഇലക്ട്രോഡുകൾ തമ്മിൽ ക്ലോസ്ഡ് ആവും, അല്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. കറണ്ട് ഫോർ പ്രീ ഹീറ്റിംഗ് ദ ഇലക്ട്രോൺസ് സ്റ്റാർട്ട് ഫ്ലോയിങ്. സോ എന്ത് ചെയ്യും, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോഡുകളെ പ്രീ ഹീറ്റ് ചെയ്യാനുള്ള കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അറ്റ് ദ സെയിം ടൈം ദ ഗ്ലോ ഡിസ്ചാർജ് സീസസ് റിസൾട്ടിങ് ഇൻ ദ കൂളിംഗ് ഓഫ് ദ ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ഇനി ഇതിനകത്ത് ഗ്ലോ ഡിസ്ചാർജ് ആയത് നമ്മുടെ 2 കോണ്ടാക്ട്സ് ഇലക്ട്രോഡ്സിൻ്റെ ഇടയ്ക്ക്, ഏതിൻ്റെ, ബൈമെറ്റാലിക് സ്ട്രിപ്പും മറ്റേ കോണ്ടാക്റ്റും, സ്റ്റാർട്ടറിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള 2 കോണ്ടാക്റ്റിനിടയ്ക്കുള്ള ഗ്ലോ ഡിസ്ചാർജ് നിന്ന് കഴിഞ്ഞാൽ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്തായി പോവും, കൂളായി പോവും. ബൈമെറ്റാലിക് സ്ട്രിപ്പ് കൂളായി കഴിഞ്ഞാൽ ഇറ്റ്സ് കോണ്ടാക്ട്സ് റീ ഓപ്പൺ, അതിൻ്റെ കോണ്ടാക്റ്റ് വീണ്ടും ഓപ്പൺ ആവും. ആൻഡ് ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ചോക്ക് കോയിൽ പ്രൊവൈഡ്സ് ദ ഇഗ്നീഷൻ വോൾട്ടേജ്. ഈ കേസിൽ ഈ സമയത്ത് എന്തുണ്ടാവും, നമ്മുടെ ചോക്ക് കോയിൽ അല്ലെങ്കിൽ ബല്ലാസ്റ്റ് കോയിലിനകത്ത് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് പിന്നെ എന്തിനു ഉപയോഗിക്കുന്നത്, ഇഗ്നീഷൻ വോൾട്ടേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡിസ്ചാർജ് ഗ്ലോ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വോൾട്ടേജ്. അപ്പോൾ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്, ആദ്യമേ ഒരു വോൾട്ടേജ് അപ്ലൈഡ് ആൻഡ് സ്റ്റാർട്ടർ ഹീറ്റപ്പ്. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പം സ്റ്റാർട്ടർ ഹീറ്റപ്പ് ചെയ്തു. അങ്ങനെ ആയപ്പോൾ ബൈമെറ്റാലിക് സ്ട്രിപ്പിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചു, ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡ് ചെയ്തു, കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആയി. ഇനി ആ കൂളായി കഴിയുമ്പോൾ, ഐ മീൻ ഡിസ്ചാർജ് സീസ് ആയി കഴിഞ്ഞിട്ട് ബൈമെറ്റാലിക് സ്ട്രിപ്പ് കൂളായി കഴിഞ്ഞാൽ വീണ്ടും അത് ഒറിജിനൽ പൊസിഷനിലേക്ക് എടുത്താൽ തിരിച്ചു വരുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ വരുന്നത് തെർമൽ ടൈപ്പ് സ്റ്റാർട്ടറാണ്. തെർമൽ ടൈപ്പ് സ്റ്റാർട്ടർ വിച്ച് ഹാസ് എ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ക്ലോസ്ഡ് ദ റെസിസ്റ്റൻസ് ആർ വിച്ച് പ്രൊഡ്യൂസസ് ദ ഹീറ്റ്. അപ്പോൾ ഇവിടെ ബൈമെറ്റാലിക് സ്ട്രിപ്പ് വെച്ചിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് ദ റെസിസ്റ്റൻസ് ആർ വിച്ച് പ്രൊഡ്യൂസ് ദ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ആറിന് ക്ലോസ് ആയിട്ടാണ് ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് വെച്ചിട്ടുള്ളത്. തെർമൽ ടൈപ്പ് സ്റ്റാർട്ടേഴ്സ് ആർ ജനറലി എൻക്ലോസ്ഡ് ഇൻ എ ഹൈഡ്രജൻ ഫിൽഡ് ഗ്ലാസ് ബൾബ്. ഒരു ഹൈഡ്രജൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത ഒരു ഗ്ലാസ് ബൾബിൻ്റെ അകത്താണ് തെർമൽ ടൈപ്പ് സ്റ്റാർട്ടേഴ്സ് സാധാരണ എൻക്ലോസ് ചെയ്യാറുള്ളത്. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ജി എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ബൾബ് കാണിച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് ബൾബിൻ്റെ അകത്താണ് തെർമൽ ടൈപ്പ് സ്റ്റാർട്ടേഴ്സ് എൻക്ലോസ് ചെയ്യാറുള്ളത്.
And the two switch electrodes, അതിനകത്ത് രണ്ട് ഇലക്ട്രോഡുകളുണ്ട് E1ഉം E2ഉം, are normally closed when the lamp is not in the open or not in operation. അപ്പോൾ നമ്മുടെ ലാമ്പ് ഓപ്പറേഷൻ ഇല്ലാത്ത സമയത്തേക്ക് ഇവിടെ E1ഉം E2ഉം ഫസ്റ്റ് സപ്ലൈ കൊടുക്കാത്തപ്പം E1ഉം E2ഉം രണ്ട് ഇലക്ട്രോഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ഇലക്ട്രോഡ്സ് നോർമലി ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറിലാണെങ്കിൽ ബൈമെറ്റാലിക് സ്ട്രിപ്പും മറ്റേ ഇലക്ട്രോഡും അങ്ങനെ രണ്ട് ഇലക്ട്രോഡുകൾ എങ്ങനെയായിരുന്നു, ഓപ്പൺ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. സപ്ലൈ കൊടുക്കുമ്പോഴാണ് അത് ക്ലോസ്ഡ് ആവുന്നത്. ഈ കേസിൽ നമ്മൾ ലാമ്പ് ഓപ്പറേറ്റ് ചെയ്യാത്തപ്പം നോർമലി അത് ക്ലോസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഉള്ളത്. When the normal supply is switched on, the lamp filament electrodes A and B are connected together. ഈ സമയത്തേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ലാമ്പ് ഫിലമെൻറ്റിൻ്റെ ഇലക്ട്രോഡ്സ് എയും ബിയും രണ്ടും ഒരുമിച്ച് കണക്റ്റഡ് ആവും ത്രൂ ദ തെർമൽ സ്വിച്ച്. ഒരു തെർമൽ സ്വിച്ചിലൂടെ അത് കണക്റ്റഡ് ആവും ആൻഡ് ദ ലാർജ് കറണ്ട് പാസസ് ത്രൂ ദം. When the normal supply is switched on, normal supply നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്തേക്ക് the lamp filament electrodes A and B are connected together through the thermal switch. തെർമൽ സ്വിച്ച് ഉപയോഗിച്ച് രണ്ട് നോർമൽ ഇലക്ട്രോഡ്സിനെ എനെയും ബിനെയും തമ്മിൽ കണക്ട് ചെയ്യും ആൻഡ് ലാർജ് കറണ്ട് അതിലൂടെ പാസ് ചെയ്യാൻ തുടങ്ങും. Consequently, they are heated to incandescence. അപ്പോൾ എന്ത് ചെയ്യും, രണ്ട് ഫിലമെൻറ്റ് ലാമ്പിൻ്റെ ഫിലമെൻറ്റ് ഹീറ്റായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന് ഇൻകാൻഡസൻറ്റ് പ്രോപ്പർട്ടി കാണിക്കും. Then the heat produced in the resistance R causes the bimetallic strip E2 to break the contact. ഇനി റെസിസ്റ്റൻസ് ആറിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് R ഹീറ്റ് ആവും. ഈ ഹീറ്റ് കാരണം ബൈമെറ്റാലിക് സ്ട്രിപ്പ് E2 കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യും. ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, E2 ആണ് അവിടെ ചേഞ്ച് ചെയ്യുന്ന കോണ്ടാക്റ്റ്, E1 ഫിക്സ്ഡ് ആണ്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് E2 അതിൻ്റെ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യും. The inductive surge of about 1000 volt produced by the chalk is sufficient to start a discharge through the mercury vapors. ഇത് ഓപ്പൺ ആവുന്ന സ്പോട്ടിൽ ഈ നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഇൻഡക്റ്റീവ് സർജ് ഓഫ് 1000 വോൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ചോക്ക് ഓയിൽ. ചോക്ക് ഓയിലിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് വോൾട്ടേജിൻ്റെ സർജ് എത്ര വരും, ഏകദേശം 1000 വോൾട്ട് വരെ അവിടെ വോൾട്ടേജ് സ്ട്രൈക്ക് വരുന്നുണ്ട്. ഈ വോൾട്ടേജ് ധാരാളമായിരിക്കും മെർക്കുറി വേപ്പറിനകത്ത് ഡിസ്ചാർജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. The heat produced in R keep the switch contacts E1 and E2 open during this time. അപ്പോൾ ഇവിടെ ഓൺ ചെയ്യുന്ന ആ സമയത്തേക്ക് ആറിൽ ഉണ്ടാവുന്ന ഹീറ്റ്, റെസിസ്റ്റൻസ് ആറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് E1 ആൻഡ് E2 കോണ്ടാക്ട്സിന് ഓപ്പൺ ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇതിൻ്റെ അക്രോസ് ആയിട്ട് നമുക്ക് ഒരു C1 സപ്ലൈക്ക് അക്രോസ് ആയിട്ട് ഒരു C1 എന്ന് പറഞ്ഞ C1 കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ട്യൂബിന് അക്രോസ് ആയിട്ട് ഒരു C2 എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അക്രോസ് ദ ഇലക്ട്രോഡ്സ് ഓഫ് ദ സ്റ്റാർട്ടറിൻ്റെ ഇലക്ട്രോഡ്സിന് അക്രോസ് ആയിട്ട് C2 എന്ന് പറഞ്ഞിട്ട് 0.006 MFDയുടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തതായിട്ട് കാണാം. ഇത് എന്തിനാണ് ഇത് കണക്ട് ചെയ്യണത്, ടു എലിമിനേറ്റ് എനി റേഡിയോ ഇൻ്റർഫറൻസ് എഫക്ട്സ് ദാറ്റ് മേ ബി കോസ്ഡ് ബൈ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ബൈമെറ്റാലിക് കോണ്ടാക്ട്സ്. ഈ ബൈമെറ്റാലിക് കോണ്ടാക്ട്സ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുമ്പോൾ എത്രയായാലും അവിടെ എന്തുവരും ഒരു ട്രാൻസിയൻസ് പോലെ റേഡിയോ ഇൻ്റർഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ റേഡിയോ ഇൻ്റർഫറൻസ് വരും. അപ്പോൾ ആ എഫക്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു 0.006 MFDയുടെ കപ്പാസിറ്റർ C2 അവിടെ കണക്ട് ചെയ്യുന്നത് ഇലക്ട്രോഡ്സ് ഓഫ് ദ സ്റ്റാർട്ടറിന് പാരലായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ, അപ്പോൾ ഇത്രയാണ് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറാണ്. ദെൻ ഫ്ലൂറസെൻറ്റ് ട്യൂബ് നെക്സ്റ്റ് വൺ, അതിൻ്റെ അടുത്ത കമ്പോണൻ്റ് സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് വരുന്നത് ഫ്ലൂറസെൻറ്റ് ട്യൂബാണ്. വെൻ ദ സർക്യൂട്ട് ഹാസ് എനർജൈസ്ഡ് എ സ്മോൾ കറണ്ട് പാസസ് ത്രൂ ദ സീരീസ് റിയാക്ടർ ദ ട്യൂബ് ഫിലമെൻറ്റ്സ് ആൻഡ് ദ ഗ്ലോ ട്യൂബ്. അപ്പോൾ എന്തായാലും നമ്മൾ സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് എനർജൈസ്ഡ് ആയി കഴിഞ്ഞാൽ സീരീസ് റിയാക്ടർ അതുപോലെ രണ്ട് ട്യൂബ് ഫിലമെൻറ്റ്സ് ദെൻ ഗ്ലോ ട്യൂബ്, ഈ മൂന്നിലൂടെയും എന്ത് ചെയ്യും, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യും. At the instant when the circuit is energized, the current is very small because of the high resistance of the glow tube. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സർക്യൂട്ട് എനർജൈസ് ചെയ്ത സമയത്തേക്ക് ഉണ്ടാകുന്ന കറണ്ടിൻ്റെ എമൗണ്ട് വളരെ കുറവായത്? കാരണം നമ്മുടെ ഗ്ലോ ട്യൂബിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആണ്. ഗ്ലോ ട്യൂബിന് ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. And the voltage at the glow tube produces a glow discharge between the U-shaped bimetallic strip to expand and close the contact. Voltage at the glow tube ഉണ്ടാവുന്ന വോൾട്ടേജ് കാരണം it produces a glow discharge between the U-shaped bimetallic strip to expand and close the contacts. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഗ്ലോ ട്യൂബിനകത്ത് വോൾട്ടേജ് ഒരു
വോൾട്ടേജ് ഗ്ലോ ഉണ്ടാവും. ഇപ്പോൾ ഈ വോൾട്ടേജ് ഗ്ലോ കാരണമാണെങ്കിൽ ആ ഗ്ലോ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്ലോ ഡിസ്ചാർജ് കാരണമാണ് നമ്മുടെ യു ഷേപ്ഡ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നതും കോണ്ടാക്ട്സ് ക്ലോസ് ചെയ്യുന്നതും. വൈൽ ദ കോണ്ടാക്ട്സ് ഓഫ് ദ ഗ്ലോ ട്യൂബ് ആർ ക്ലോസ്ഡ്. ഇനി ഗ്ലോ ട്യൂബിലെ കോണ്ടാക്ട്സ്, അതായത് നമ്മുടെ ബൈമെറ്റാലിക് സ്ട്രിപ്പും മറ്റേ ഇലക്ട്രോഡും, ഈ ഇലക്ട്രോഡും രണ്ട് ഇലക്ട്രോഡുകൾ, ഈ രണ്ട് ഇലക്ട്രോഡുകൾ ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലൂറസൻ ട്യൂബ് ഇലക്ട്രോഡ്സ് ഇൻക്രീസസ് റാപ്പിഡ്ലി. സോ എന്ത് സംഭവിക്കും, അവിടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഫ്ലൂറസൻ ട്യൂബിൻ്റെ അകത്ത് ഫ്ലൂറസൻ ട്യൂബ് ഇലക്ട്രോഡുകളുടെ പ്രീ ഹീറ്റിംഗ് നടക്കും. അതിൻ്റെ ടെമ്പറേച്ചർ ഫ്ലൂറസൻ ട്യൂബ് ഇലക്ട്രോഡിൻ്റെ പ്രീ ഹീറ്റിംഗ് നടക്കുന്നതോടുകൂടി അതിൻ്റെ ടെമ്പറേച്ചർ റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യും. ആസ് ദ ഗ്ലോ ഡിസ്ചാർജ് സ്റ്റോപ്ഡ് ദ ബൈമെറ്റാലിക് സ്ട്രിപ്പ് കൂൾസ് ആൻഡ് ദ കോണ്ടാക്ട്സ് ഓപ്പൺ. നേരത്തെ പറഞ്ഞത് തന്നെ, ഗ്ലോ ഡിസ്ചാർജ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് കൂളാവും, കോണ്ടാക്ട്സ് ഓപ്പൺ ആവും. At the instant these contacts open, an inductive voltage kick generated by the reactor coil starts conduction of the current between the main electrodes of the fluorescent tube. ഈ കോണ്ടാക്ട്സ് ഓപ്പൺ ആവുന്ന സ്പോട്ടിൽ നമ്മുടെ സീരീസ് റിയാക്ടർ കോയിൽ, അതായത് ചോക്ക് കോയിലിനകത്ത് ഉണ്ടാവുന്ന ഇൻഡക്റ്റീവ് വോൾട്ടേജ് കിക്ക് കാരണം ഒരു കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നുണ്ട് ബിറ്റ്വീൻ ദ മെയിൻ ഇലക്ട്രോഡ്സ് ഓഫ് ദ ഫ്ലൂറസൻ ട്യൂബ്. ഫ്ലൂറസൻ ട്യൂബിൻ്റെ മെയിൻ ഇലക്ട്രോഡ്സ് തമ്മിൽ കറണ്ട് കണ്ടക്ഷൻ നടക്കും. സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോസ് ബിറ്റ്വീൻ ദ ഫിലമെൻറ്റ് ഇലക്ട്രോഡ്സ്. അപ്പോൾ നമ്മുടെ ഫിലമെൻറ്റിൻ്റെ ഇലക്ട്രോഡ്സ് പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോഡ്സിൽ നിന്നും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവും. സ്ട്രീം ഓഫ് ഇലക്ട്രോൺസിൻ്റെ പ്രവാഹം ഉണ്ടാവും അവിടെ. And these electrons collide with the electrons of the argon and mercury vapor in the tube. ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന സമയത്തേക്ക് ട്യൂബിൻ്റെ അകത്തുള്ള ആർഗണും അതുപോലെ മെർക്കുറി വേപ്പറുമായിട്ട് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. ആൻഡ് ദ ഗ്യാസസ് റേഡിയേസ് അൾട്രാവയലറ്റ് റേസ്. അങ്ങനെ ഗ്യാസുമായിട്ട് ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുന്ന സമയത്തേക്ക് എനർജി റിലീസ് ചെയ്യുമ്പം എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുക, അൾട്രാവയലറ്റ് റേസ് ആയിട്ട് എനർജി റിലീസ് ചെയ്യും, അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് അവിടെ റേഡിയേറ്റ് ചെയ്യും. These rays are bombard the phosphor coating on the tube wall and radiates visible light. ഇനി ഈ റേസ് ഫോസ്ഫർ കോട്ടിങ്ങുമായിട്ട് ട്യൂബിൻ്റെ ഇന്നർ സർഫസിലുള്ള ഫോസ്ഫർ കോട്ടിങ്ങുമായിട്ട് ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് വിസിബിൾ ലൈറ്റിനെ റേഡിയേറ്റ് ചെയ്യും. ആദ്യമേ അവിടെ ഗ്യാസിൽ നിന്നും ഉണ്ടായത് അൾട്രാവയലറ്റ് റേസ് ആയിരുന്നു. ഈ അൾട്രാവയലറ്റ് റേസ് വന്ന് ഫോസ്ഫർ കോട്ടിങ്ങിൻ്റെ മേലെ ഹിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അവിടെ വിസിബിൾ ലൈറ്റ് റേഡിയേറ്റ് ചെയ്യും. ദ ഫ്ലൂറസൻ ലാമ്പ് കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് ആസ് ലോങ് ആസ് ദ സർക്യൂട്ട് ഈസ് എനർജൈസ്ഡ്. സർക്യൂട്ട് എനർജൈസ്ഡ് ആയിട്ടിരിക്കുന്ന അത്രയും സമയത്ത് ഫ്ലൂറസൻ ട്യൂബ് എന്ത് ചെയ്യും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദ യൂഷ്വൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷൻ, സാധാരണ സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള യൂഷ്വൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണ്, 110 to 125 വോൾട്ട് AC ആണ്. Once the circuit is in operation, the reactor limits the current to the rated value so that the fluorescent tube fluoresces at the proper light intensity. അപ്പോൾ ഒരിക്കൽ ഇത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ടർ, നമ്മുടെ ചോക്ക് ഓയിൽ അല്ലെങ്കിൽ റിയാക്ടറാണ് എന്ത് ചെയ്യണത്, കറണ്ടിനെ ലിമിറ്റ് ചെയ്ത് റേറ്റഡ് വാല്യൂവിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൂറസൻ ട്യൂബ് പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യും. The reactor or voltage ballast in series with the fluorescent tube causes the power factor of the fluorescent units to range between the 50 to 60% lag. ഇവിടെ വോൾട്ടേജ് ബല്ലാസ്റ്റ് അതുപോലെ റിയാക്ടറൊക്കെ സീരീസ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ അതെല്ലാം ഇൻഡക്റ്റീവ് സർക്യൂട്ടുകളാണ്. ഇൻഡക്റ്റീവ് സർക്യൂട്ടുകളുടെ പ്രത്യേകത എന്താണ്, ഇൻഡക്റ്റീവ് സർക്യൂട്ടുകൾ അതിൻ്റെ ആ ഒരു മൊത്തം സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടറിനെ ലാഗിങ് ആക്കി മാറ്റും. ഇൻഡക്റ്റീവ് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ പവർ ഫാക്ടർ ലാഗ് ആയിപ്പോവും. കപ്പാസിറ്റീവ് സർക്യൂട്ടാണ് വരുന്നതെങ്കിൽ പവർ ഫാക്ടർ ലീഡ് ആയിപ്പോവും. അപ്പോൾ ഇവിടെ സീരീസ് ആയിട്ട് ഇൻഡക്റ്റീവ് സർക്യൂട്ട് വന്നത് കാരണം ഫ്ലൂറസെൻ്റ് യൂണിറ്റ്സിൻ്റെ മൊത്തം പവർ ഫാക്ടർ എന്ത് സംഭവിക്കും, 50% മുതൽ 60%, 50% 60% ലാഗിങ് ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൂറസെൻ്റ് ട്യൂബ് ഉണ്ടാക്കുന്നവരെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഇപ്പോൾ എന്ത് പറയുന്നുണ്ട്, പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് കൂടി അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. The light output of a fluorescent lamp amounts to about 70 lumens per watt. അപ്പോൾ ഈ ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് പറയുന്നത് എങ്ങനെയാണ്, 70 lumens per watt ആണ്. ദ യൂഷ്വൽ സൈസസ്, സാധാരണ ഉണ്ടാവാറുള്ള സൈസസ് എന്ന് പറയുന്നത് ഏതാണ്ട് 10 വാട്ടേജ്, 20 വാട്ടേജ് ആൻഡ് 40 വാട്ടേജ്, 80 വാട്ടേജിനൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതായത് വാട്ടേജ് റേറ്റിങ്ങിൻ്റെ സൈസ് 10 വാട്ടേജ് ആണെങ്കിൽ 1 ഫീറ്റ്, ഒരടി നീളമുള്ള 30 സെൻറ്റിമീറ്റർ നീളമുള്ളതായിരിക്കും ട്യൂബ് സൈസ് ഉണ്ടാവുക. ദെൻ 20 വാട്ടേജ് ആണെങ്കിൽ 4 ഫീറ്റ് അല്ലെങ്കിൽ 2 ഫീറ്റ്, 20 വാട്ടേജിന് 2 ഫീറ്റ്, 40 വാട്ടേജിന് 4 ഫീറ്റ്. 4 ഫീറ്റ് എന്ന് പറയുമ്പോൾ 4 × 3 120 സെൻറ്റിമീറ്റർ. ദെൻ 80 വാട്ടേജ്. അങ്ങനെ ഇത്രയും റേഞ്ചിലാണ് 240 വോൾട്ടിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. വോൾട്ടേജ് റേറ്റിംഗ് 240 വോൾട്ടിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് വാട്ടേജിൽ ഡിഫറെൻറ്റ് സൈസസിൽ ഏത് അവൈലബിൾ ആണ്, ഫ്ലൂറസെൻ്റ് ട്യൂബുകൾ അവൈലബിൾ ആണ്.
or fluorescent lamps are available. And the comparison of a fluorescent lamp with the incandescent lamp. നമ്മൾ fluorescent ലാമ്പിനെ incandescent ലാമ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നത് എന്ന് നോക്കാം. And the fluorescent tubes or lamps can produce lights at a much lower cost. ഫ്ലൂറസെൻറ്റ് ട്യൂബ് അല്ലെങ്കിൽ ലാംപ്സിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താണ് ഭയങ്കര ലോവർ കോസ്റ്റിൽ തന്നെ നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഏത് ഫ്ലൂറസെൻറ്റ് ട്യൂബ് അല്ലെങ്കിൽ ലാംപ്സ് എന്ന് പറയുന്നത്. ഫ്ലൂറസെൻറ്റ് ട്യൂബ്സ് പ്രൊഡ്യൂസ് അബൌട്ട് 4 times as much light per watt ഓഫ് പവർ ദാൻ ഡു ഇൻകാൻഡസെൻറ്റ് ലാമ്പ്. അപ്പോൾ ഇൻകാൻഡസെൻറ്റ് ലാമ്പ് തരുന്ന വാട്ടേജിനേക്കാളും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിനേക്കാളും 4 times കൂടുതലായിരിക്കും ഫ്ലൂറസെൻറ്റ് ട്യൂബിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ്. ദിസ് മേക്സ് ദം മച്ച് ചീപ്പർ ടു ഓപ്പറേറ്റ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും മച്ച് ചീപ്പർ ടു ഓപ്പറേറ്റ്. ഭയങ്കര ചീപ്പറായിട്ടുള്ളൊരു ബൾബാണ് ഇത് അല്ലെങ്കിൽ ട്യൂബാണ് ഫ്ലൂറസെൻറ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഗ്ലെയർ ലെവൽ ഈസ് ലോ, ഗ്ലെയർ കുറവായിരിക്കും. ആൻഡ് ദ പ്രൊഡ്യൂസ് ലെസ് ഹീറ്റ് ദാൻ ഇൻകാൻഡസെൻറ്റ് ഡ്യൂ ടു ദെയർ ഹയർ ലൈറ്റ് എഫിഷ്യൻസി. ഫ്ലൂറസെൻറ്റ് ലാമ്പിനാണെന്നുണ്ടെങ്കിൽ ഇൻകാൻഡസെൻറ്റ് ലാമ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരിക്കും. ഡ്യൂ ടു ദെയർ ഹയർ ലൈറ്റ് എഫിഷ്യൻസി. ഹയർ ലൈറ്റ് എഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ് ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുന്നത്. Produce less heat. Okay, then the major disadvantage of the fluorescent lighting is the higher initial cost of the fixture. അപ്പോൾ ഇതിന് ഗ്ലെയർ കുറവാണ്, അതുപോലെ ചീപ്പറാണ് വർക്ക് ചെയ്യാൻ ഇനീഷ്യൽ, അതുപോലെ ഇത് മച്ച് ലോവർ കോസ്റ്റിലാണ് അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ലോവർ കോസ്റ്റ് മതി. ഹയർ ലൈറ്റ് എഫിഷ്യൻസിയും ഉണ്ട്. ഒരു ഇൻകാൻഡസെൻറ്റ് ലാമ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായത് കൊണ്ട് തന്നെ ഹയർ ലൈറ്റ് എഫിഷ്യൻസിയും ഉണ്ട്. പക്ഷേ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹയർ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ ഫിക്സ്ചർ. ഇൻകാൻഡസെൻറ്റ് ലാമ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്ലൂറസെൻറ്റ് ലാമ്പിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ്, ഫിക്സ്ചറിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും. ആൻഡ് ദെയർ നോർമൽ ലൈഫ് സ്പാൻ ഈസ് 7500 hours. സാധാരണഗതിയിൽ ഒരു ഇൻകാൻഡസെൻറ്റ് ലാമ്പിൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നോർമൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 7500 hours ആണ്. ദേ ആർ എഫക്റ്റഡ് ബൈ ദ ബോത്ത് ഹൈ ആൻഡ് ലോ വോൾട്ടേജ്. ഹൈ വോൾട്ടേജ് വരുന്നതിനനുസരിച്ച് ലൈഫ് സ്പാന് മാറാം, അതുപോലെ അത് ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചും അതിൻ്റെ ലൈഫ് സ്പാന് മാറാം. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് സ്വിച്ചിങ്, അത് സ്വിച്ച് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ചും അതിൻ്റെ ലൈഫ് സ്പാൻ മാറാറുണ്ട്. ഇപ്പോൾ ലോ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഹൈ വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജിൽ നിന്നും എന്ത് മാറ്റം വന്നാലും അത് അതിൻ്റെ ലൈഫ് സ്പാനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ സ്വിച്ചിങ് ഫ്രീക്വൻസിയും അതിൻ്റെ ലൈഫ് സ്പാനെ എഫക്റ്റ് ചെയ്യും. ആവറേജ് ലൈഫ് പറയാറുള്ളത് ഏതിലാണ്? 3 burning hours per സ്വിച്ചിങ് ഓപ്പറേഷൻ. ഓരോ സ്വിച്ചിങ് ഓപ്പറേഷനിലും 3 hour ബേൺ ചെയ്യുക എന്ന രീതിയിലാണ് അതിൻ്റെ ആവറേജ് ലൈഫ് പറയുന്നത്. ദ ആക്ച്വൽ ലൈഫ് മേ വേരി ഫ്രം 5000 to 10,000. അപ്പോൾ 7500 ആണ് അതിൻ്റെ ആവറേജ് വാല്യൂ എങ്കിൽ പോലും അതിൻ്റെ സാധാരണ ആക്ച്വലായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് 7500-നേക്കാളും കുറഞ്ഞാൽ 5000 മുതൽ അതുപോലെ കൂടി ഒരു 10,000 hours വരെ അതിന് വർക്കിംഗ് അവേഴ്സ് കിട്ടാറുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. അത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് കണ്ടീഷന് അനുസരിച്ചിട്ടാണ് ലൈഫ് സ്പാൻ സാധാരണ വരാറുള്ളത്. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയുമാണ് ഫ്ലൂറസെൻറ്റ് ട്യൂബുകളും അതുപോലെ ഫ്ലൂറസെൻറ്റ് ട്യൂബിൻ്റെ കമ്പാരിസൺ വിത്ത് ഇൻകാൻഡസെൻറ്റ് ലാമ്പ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് വരുന്നത് ഫ്ലൂറസെൻറ്റ് ലൈറ്റിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ടാണ്. എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ട്യൂബ് ഫെയിൽസ് ടു സ്റ്റാർട്ട്. ട്യൂബ് എന്ത് ചെയ്യുന്നില്ല? സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിന് ചെയ്യാവുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ബൾബ് ബേൺ ഔട്ട് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ട്യൂബ് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാനും ഫെയിലാവും. അപ്പോൾ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ബൾബ് മാറ്റി കൊടുക്കുക. ദെൻ ഡിഫക്റ്റീവ് സ്റ്റാർട്ടർ ഡിഫക്റ്റീവ് ആണെങ്കിൽ സ്റ്റാർട്ടർ റീപ്ലേസ് ചെയ്യുക. ബ്രോക്കൺ ലാമ്പ് ഹോൾഡർ ബ്രോക്കായി പോവുക. അത് ബ്രേക്കായി പോവുകയാണെങ്കിൽ ലാമ്പ് ഹോൾഡർ മാറ്റി കൊടുക്കുക. ഇൻകറക്റ്റ് ബൾബ് ഓർ ബല്ലാസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ബൾബ് ഇൻകറക്റ്റ് റേറ്റിങ്ങിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളതിൻ്റെ ലാബിൽ കറക്റ്റ് ബൾബിന് വേണ്ടിയിട്ടുള്ള ഇൻകറക്റ്റ് ബൾബ് ഫോർ ബല്ലാസ്റ്റ്, അതാത് ബല്ലാസ്റ്റിന് കറക്റ്റായിട്ടുള്ള ബൾബല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ ബല്ലാസ്റ്റിൻ്റെ ലേബിൾ നോക്കുക, എന്നിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ബൾബ് നമ്മൾ ഉപയോഗിക്കാം. ആൻഡ് ഫിക്സ്ചർ വയേർഡ് ഇൻകറക്റ്റ്ലി, അവിടെ ഫിക്സ്ചർ വയർ ചെയ്തിട്ടുള്ളത് ഇൻകറക്റ്റ് ആയിട്ടാണ്. ചെക്കിംഗ് ദ വയർ ഡയഗ്രാം ഓൺ ദ ബല്ലാസ്റ്റ് ലേബൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ബല്ലാസ്റ്റിൻ്റെ ലേബലിൻ്റെ മേലെ വയറിംഗ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ടാവും. വയറിംഗ് ഡയഗ്രാം ചെക്ക് ചെയ്യുക, പ്രോപ്പറായിട്ടാണോ കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. ദെൻ ലൈൻ വോൾട്ടേജ് 2 ലോ, ലൈൻ വോൾട്ടേജ് ഭയങ്കരമായിട്ട് കുറവാണെങ്കിലും ട്യൂബ് ഗ്ലോ ചെയ്യില്ല. ആ കേസിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? വോൾട്ടേജ് കുറവുണ്ട്, ഇന്ന ഏരിയയിൽ റെക്ടിഫൈ ചെയ്യണം എന്ന് അവരോട് പറയാം. എയർ ടെമ്പറേച്ചർ 2 ലോ, എയർ ടെമ്പറേച്ചർ അതിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ് എന്നുണ്ടെങ്കിലും ഇതുപോലെ എന്ത് സംഭവിക്കും? ഫ്ലൂറസെൻറ്റ് ട്യൂബ് സ്റ്റാർട്ട് ആവില്ല. അങ്ങനെയാണെങ്കിൽ ലോ ടെമ്പറേച്ചർ ബല്ലാസ്റ്റുകൾ ഇൻസ്റ്റാൾ ദ സ്പെഷ്യൽ
ബല്ലാസ്റ്റ്. അപ്പോൾ നമ്മൾ കോൾഡ് കണ്ടീഷനിലാണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ബല്ലാസ്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ് ദ ഡിഫക്റ്റീവ് ബല്ലാസ്റ്റ് ആണെങ്കിൽ റിപ്ലേസ് ദ ബല്ലാസ്റ്റ്. Then ends of the bulb glow but center does not. The next വരാറുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ബൾബിൻ്റെ 2 എൻഡ് ഗ്ലോ ചെയ്യുന്നുണ്ട്, പക്ഷെ നടുഭാഗത്തേക്ക് ലൈറ്റ് വരുന്നില്ല. സ്റ്റാർട്ടർ ഡിഫക്റ്റീവ് ആണെങ്കിൽ അങ്ങനെ സംഭവിക്കും. സോ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ടർ റീപ്ലേസ് ചെയ്യാം. ദെൻ ഫിക്സ്ചർ വയേർഡ് ഇൻകറക്റ്റ്ലി, ഫിക്സ്ചറിൻ്റെ വയറിംഗ് ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇതേ സംഭവം ഉണ്ടാവാറുണ്ട്. സോ എന്ത് ചെയ്യുക, ബല്ലാസ്റ്റിൻ്റെ വയറിംഗ് ഡയഗ്രാം നോക്കിയിട്ട് നമ്മൾ വയറിംഗ് കറക്റ്റ് ചെയ്യാം. ഫിക്സ്ചർ നോട്ട് അഡീക്വേറ്റ്ലി ഗ്രൗണ്ടഡ്, ഫിക്സ്ചർ പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സെയിം പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഗ്രൗണ്ട് കണക്ഷന് ചെക്ക് ചെയ്യാം. ദെൻ എൻഡ്സ് ഓഫ് ദി ബൾബ് ആർ ബ്ലാക്ക്. നമുക്കറിയാം, നമ്മൾ ചില സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ട്യൂബിൽ 2 എൻഡ് ബ്ലാക്ക് കളറായിട്ട് കളർ റിഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അതെന്തുകൊണ്ടാണ്? ബൾബ് നിയർലി ബേൺ ഔട്ട്, ബൾബ് ഓൾറെഡി ബേൺ ഔട്ട് ആയി തുടങ്ങിയിട്ട് അതിൻ്റെ ലൈഫ് കഴിഞ്ഞു തുടങ്ങിയത് കൊണ്ടാണത്. അതിൻ്റെ വർക്കിംഗ് അവേഴ്സ് പരമാവധി അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. സോ ആ കേസ് നമ്മൾ ബൾബ് റീപ്ലേസ് ചെയ്യുക. ദെൻ ബൾബ് ഫ്ലിക്കേഴ്സ് ഓർ ബ്ലിങ്ക്, ബൾബ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുക അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ഒന്നുകിൽ കോണ്ടാക്റ്റിൻ്റെ പുവർ കോണ്ടാക്റ്റ് ആയിരിക്കും. ട്യൂബിൻ്റെ പിന്നുമായിട്ട് മേക്ക് ചെയ്യുന്ന കോണ്ടാക്റ്റ് പുവർ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഇതേ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ക്ലിയർ ദ പ്രോങ്സ് ആൻഡ് ടൈറ്റൻ ദി ട്യൂബ് ഇൻ ദ ലാമ്പ് ഹോൾഡർ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് കോണ്ടാക്റ്റ് വരാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലാമ്പ് ഹോൾഡറുമായിട്ട് ടൈറ്റൻ ചെയ്ത് വെക്കാം. ആൻഡ് ദ ബൾബ് നിയർലി ബേൺ ഔട്ട്, ബൾബ് ഏകദേശം ബേൺ ഔട്ടായി പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഫ്ലിക്കറിങ് വരാറുണ്ട്. നമുക്ക് ബൾബ് അടിച്ചു പോകാൻ സമയമാകുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് മിന്നി കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ബൾബ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡിഫക്റ്റീവ് ഓർ ഇൻകറക്റ്റ് സ്റ്റാർട്ടർ ഇൻകറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഡിഫക്റ്റ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. ആസ് ദ എയർ ടെമ്പറേച്ചർ ഈസ് ടു ലോ, എയർ ടെമ്പറേച്ചർ കുറവാണെങ്കിലും സെയിം ഇഷ്യൂ തന്നെ ഉണ്ടാവാറുണ്ട്, ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങും. സോ എന്ത് ചെയ്യുക, റൂം വാമപ്പ് ചെയ്യുക. ഇഫ് നെസസറി ഇൻസ്റ്റാൾ സ്പെഷ്യൽ ലോ ടെമ്പറേച്ചർ ബല്ലാസ്റ്റ്. അങ്ങനെയാണുള്ള കേസിൽ എന്ത് ചെയ്യുക, നമ്മൾ ലോ ടെമ്പറേച്ചറിലുള്ള ബല്ലാസ്റ്റ് ഉപയോഗിച്ചിട്ട് വയറിങ് ചെയ്യുക, അല്ലെങ്കിൽ റൂമിന് നമ്മൾ പരമാവധി വാമാക്കിയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക.